ഗൈസ് 2023 യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയവര് ഇപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് 2024 ഇൻസ്റ്റാഗ്രാമിൽ കൺസിസ്റ്റന്റ്ലി കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവര് ഇപ്പോൾ ബ്രാൻഡ്സിനെ ഡീൽ ചെയ്യാണ്. ആൻഡ് 2025 ദ റിയൽ ഗെയിം സ്റ്റാർട്ടായി, സ്നാപ്ചാറ്റ് സ്പോട്ട്ലൈറ്റ്. നിങ്ങൾ ഇപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്നാപ്ചാറ്റ് മോണിറ്റൈസേഷന്റെ ബ്ലൂ പ്രിന്റ് ആയിരിക്കും. കാരണം ഇതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് പൈസ മാത്രമല്ല, ഒരു ഓട്ടോമേറ്റഡ് ഏർണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇതിന്റെ പാർട്ട് 1 കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. ആൻഡ് ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാം, ബിക്കോസ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് A to Z ഇൻഫർമേഷൻ അബൌട്ട് സ്നാപ്ചാറ്റ് ഓട്ടോമേഷൻ. നിങ്ങൾക്ക് ഡോളേഴ്സിലാണ് ഏൺ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഇതൊരു ബെസ്റ്റ് വേ ആണ്. So let's build your first successful Snapchat channel from scratch to scale. So sit back and relax. So guys, okay. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഒരു പ്രോ ലെവൽ അക്കൗണ്ട് സെറ്റപ്പ്. നോക്ക്, സ്നാപ്ചാറ്റ് ജസ്റ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, സ്നാപ്ചാറ്റ് ഇപ്പോൾ ഒരു ക്രിയേറ്റർ പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ കണ്ണാപ്പിയല്ല, ക്രിയേറ്റേഴ്സ് ആണ് ആവേണ്ടത്. എനിവേസ്, ഞാൻ നിങ്ങൾക്ക് ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഒരു ന്യൂ ജിമെയിലിൽ ഒരു ഫ്രഷ് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഈസി ടു റിമെമ്പർ യൂസർ നെയിം വെക്കുക. കാരണം വ്യൂവേഴ്സിന് ഈസി ആയിട്ട് അത് പിന്നെ ഓർത്തെടുക്കാൻ പറ്റുന്ന പോലെ. ആൻഡ് പ്രൊഫൈൽ പിക്ചർ ക്ലിയർ ആൻഡ് ഐ കാച്ചിങ് ആയിട്ട് വെക്കണം. അതിന്റെ ഒപ്പം തന്നെ ഒരു ഷോർട്ട് ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ബയോ വെക്കണം. കാരണം വ്യൂവേഴ്സിന് നിങ്ങളുടെ അക്കൗണ്ടിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടാനാണ്. ലൈക്ക് നിങ്ങൾ എന്താണ് ആ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. ആൻഡ് ഓൾസോ ടെലിഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ബയോയിലിടാം. ടെലിഗ്രാം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പെട്ടെന്ന് പോയി ടെലിഗ്രാം ജോയിൻ ചെയ്തോ. അതിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ AI ടൂൾസും അല്ലാതെ തന്നെ എഡിറ്റിംഗ് റിസോഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെലിഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തോ. ഓക്കെ. ഐ നോ കുറെ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓൾറെഡി അവർക്കൊരു അക്കൗണ്ട് ഉണ്ട്, അതിന് അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട്. സോ ഇത് ചെയ്യാനായിട്ട് ന്യൂ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. വെൽ, ആവശ്യമില്ല. ഓൾറെഡി ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും സ്നാപ്ചാറ്റ് ന്യൂ മോണിറ്റൈസേഷൻ പ്രോഗ്രാം അനുസരിച്ച് 28 ഡേയ്സിനകം സ്നാപ്ചാറ്റിന്റെ സ്പോട്ട്ലൈറ്റ് ക്രൈറ്റീരിയാസ് ക്ലിയർ ചെയ്താൽ മതി. ആൻഡ് ക്രൈറ്റീരിയാസ് ഒക്കെ ഞാൻ വലിയ പറയാം. ആൻഡ് സെക്കൻഡ് ടോപ്പിക് ആണ് നീഷ് സെലക്ഷൻ, ദ സീക്രട്ട് സോസ്. നോക്ക്, നീഷ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടോപ്പിക് മാത്രമല്ല, നീഷ് എന്ന് പറഞ്ഞാൽ ഇമോഷൻ പ്ലസ് ഓഡിയൻസിന്റെ കോമ്പിനേഷൻ. സോ കുറച്ച് ബെസ്റ്റ് നീഷസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ടോപ്പ് വൈറൽ നീഷസ് ആണ് അനിമൽ സ്റ്റോറീസ്, ഇമോഷണൽ സ്റ്റോറീസ്, മൂവി എഡിറ്റ്സ്, ഫാക്ട്സ്, ക്രൈം ആൻഡ് മിസ്റ്ററി സ്റ്റോറീസ്. സത്യം പറഞ്ഞാൽ പറയാനായിട്ട് കുറെ നീഷസ് ഉണ്ട്. ബട്ട് ഈ 5 നീഷസ് ആണ് ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റുക. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ബാക്കിയുള്ള നീഷസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ ടെലിഗ്രാമിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മൂന്നാമത്തതാണ് കണ്ടന്റ് ക്രിയേഷൻ മാസ്റ്ററി. ഗൈസ്, സ്നാപ്ചാറ്റിന് കണ്ടന്റ് ജസ്റ്റ് എന്റർടൈനിങ് മാത്രമല്ല, നേറ്റീവും ആയിരിക്കണം. ലുക്ക്, ഏത് കണ്ടന്റ് എടുത്ത് നോക്കിയാലും കുറച്ച് പോയിന്റ്സ് മേജർ റോൾ ഉണ്ടാവും. ആൻഡ് അതാണ് നിങ്ങളുടെ വീഡിയോ വൈറൽ ആകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. സോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മേജർ പോയിന്റ്സ് പറഞ്ഞുതരാം. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സ്നാപ്ചാറ്റിൽ മാത്രമല്ല യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ വൈറലാക്കും. ഈ മോഡലിനെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ AIDA. ഇതിൽ A ആണ് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ വീഡിയോന്റെ ആദ്യത്തെ 3 സെക്കൻഡ്സ് വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് വെച്ചിരിക്കണം. മീൻസ് നിങ്ങളുടെ വീഡിയോസിന്റെ ആദ്യത്തെ 3 സെക്കൻഡ് വ്യൂവേഴ്സ് കണ്ടിരിക്കണം. ആൻഡ് സെക്കൻഡ് ലെറ്റർ ആണ് I, അതായത് ഇൻട്രസ്റ്റ്. നിങ്ങൾ ഓൾറെഡി വ്യൂവേഴ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞു. ബട്ട് വീഡിയോന്റെ നെക്സ്റ്റ് സെക്കൻഡ്സ് വാച്ച് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റ് എടുക്കേണ്ടി വരും. സോ വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റ് നേടാനായിട്ട് ഏറ്റവും മേജർ ആയിട്ടുള്ള കാര്യമാണ് വോയിസ് ഓവർ പ്ലസ് മ്യൂസിക് ബിൽഡപ്പ്. മീൻസ് നിങ്ങളുടെ വീഡിയോയിലുള്ള വോയിസ് ഓവർ ആൻഡ് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലസ് സൗണ്ട് SFXന്റെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂവേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളും. ആൻഡ് അവര് നിങ്ങളുടെ ഫുൾ വീഡിയോയും കണ്ടിരിക്കും. ആൻഡ് തേർഡ് ലെറ്റർ ആണ് D. D എന്ന് വെച്ചാൽ ഡിസയർ. ഹൂക്ക് ആൻഡ് വോയിസ് ഓവറിന് ശേഷം വരുന്നതാണ് എഡിറ്റിംഗ്. ആൻഡ് ഇത് ഏത് വീഡിയോയും വൈറൽ ആവാനായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. നോക്ക്, ഹൂക്സിൽ ആൾക്കാരെ ക്യൂരിയസ് ആവും. ആൻഡ് വോയിസ് ഓവറിൽ വീഡിയോന്റെ ടോപ്പിക് ഇൻട്രസ്റ്റ് ആകും. ബട്ട് എഡിറ്റിംഗ് ബോറാണെങ്കിൽ ആൾക്കാർക്ക് വീഡിയോ കാണാനായിട്ട് തോന്നേയില്ല, അല്ലേ? ആൻഡ് ലാസ്റ്റ് ലെറ്റർ ആണ് A, അതായത് ആക്ഷൻ. നോക്ക്, നമ്മളിപ്പോ
എല്ലാം ചെയ്ത് ഒരു ബെസ്റ്റ് വൈറലാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ലാസ്റ്റ് വരുന്നതാണ് ആക്ഷൻ. അതായത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ തന്നെ വീഡിയോസ് വീണ്ടും വീണ്ടും കാണാനായിട്ട് കൺവിൻസ് ചെയ്യണം. അതായത് CTA അല്ലെങ്കിൽ കോൾ ടു ആക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ വീഡിയോ കണ്ട ശേഷം അത് ഇഷ്ടപ്പെട്ട് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസ് അക്കൗണ്ടിൽ കയറി നോക്കുന്ന പോലെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബെസ്റ്റ് ടൂൾസ് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ക്രിപ്റ്റ് ആൻഡ് ഹൂക്കിന് വേണ്ടി നിങ്ങൾക്ക് ChatGPT യൂസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് സ്വന്തം വോയിസ് ഇടാൻ പറ്റില്ലെങ്കിൽ 11 Labs യൂസ് ചെയ്താൽ മതി. ആൻഡ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ആൻഡ് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് എത്ര ഈസിയാണ്. ആൻഡ് വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾ ജസ്റ്റ് CapCut യൂസ് ചെയ്ത് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് CapCut യൂസ് ചെയ്ത് ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിന് ഒരു ഫ്രീ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സൗണ്ട് ആൻഡ് മ്യൂസിക്. ഇതിന് നിങ്ങൾ സ്നാപ്ചാറ്റിന്റെ ട്രെൻഡിങ് മ്യൂസിക് യൂസ് ചെയ്യുക. ആൻഡ് എഡിറ്റിങ്ങിനുള്ള സ്റ്റോക്ക് വീഡിയോസ് നിങ്ങൾക്ക് പിക്സൽസ്, മിക്സ്കിറ്റ്, സ്റ്റോറി ബ്ലോക്ക് ഇതേപോലത്തെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റോക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്നാപ്ചാറ്റിന്റെ ട്രെൻഡിങ് മ്യൂസിക് ആൻഡ് ട്രാൻസിഷൻ ഒപ്പം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വീഡിയോസ് വൈറൽ ആവാനുള്ള ചാൻസ് ഹൈ ആണ്. സോ നമ്മുടെ 4th സ്റ്റെപ്പാണ് മോണിറ്റൈസേഷൻ പ്രോസസ്. ലുക്ക്, ഇപ്പൊ നിങ്ങളുടെ സ്പോട്ട്ലൈറ്റ് വീഡിയോസ് നല്ല റീച്ച് ആണെങ്കിൽ സ്നാപ്ചാറ്റ് തന്നെ നമ്മളോട് പറയും എത്ര കാലം വീഡിയോസ് ഇടും, കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ട് തരാം. സോ February 2025 മോണിറ്റൈസേഷൻ റൂൾസിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് റിക്വയർമെന്റ്സ് ഇങ്ങനെയാണ്. ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, നിങ്ങൾക്ക് 50,000 ഫോളോവേഴ്സ് വേണം. ആൻഡ് ഒരു മാസത്തിനുള്ളിൽ 25 വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഇനി ലാസ്റ്റ് 20 ഡേയ്സിനുള്ളിൽ ഇതിൽ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഗൈസ്, ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് തോന്നും. ബട്ട് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഈസിയാണ്. കാരണം സ്നാപ്ചാറ്റിൽ ഇപ്പോൾ കണ്ടീഷൻസ് ഒക്കെ നല്ല കുറവാണ്. സോ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത്രയും പെട്ടെന്ന് റിസൾട്ട്സ് കിട്ടും. ആൻഡ് റിവാർഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നാപ്ചാറ്റിൽ പൈസ വാച്ച് ടൈം പ്ലസ് എൻഗേജ്മെന്റ് അനുസരിച്ചായിരിക്കും. ഇതിലൊരു ഫിക്സഡ് CPM ഒന്നും ഉണ്ടാവില്ല. CPM എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പെർ 1000. അതായത് ഓരോ 1000 വ്യൂസിനും എത്ര പൈസ വെച്ച് കിട്ടും. വൺ ടൈപ്പ് ഓഫ് പ്രൈസിംഗ് മോഡലാണ്. സ്നാപ്ചാറ്റ് എൻഗേജ്മെന്റ് ബേസ്ഡ് ആയിരിക്കും. മീൻസ് എത്രത്തോളം എൻഗേജ്ഡ് ആണ് നിങ്ങളുടെ വീഡിയോസ് അത്രത്തോളം മണി നിങ്ങൾക്ക് സ്നാപ്ചാറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് വൈറൽ ആക്കാനായിട്ട് കുറച്ച് എക്സ്ട്രാ ബൂസ്റ്റ് ആക്കാനായിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് യൂസ് ചെയ്താൽ നിങ്ങളുടെ വീഡിയോസ് വൈറൽ ആവാനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ്. സോ ഒന്നാമത്തേതാണ് ട്രെൻഡിങ് ലെൻസസ്. ഇത് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. കാരണം സ്നാപ്ചാറ്റ് തന്നെ നിങ്ങളുടെ വീഡിയോസിനെ പുഷ് ചെയ്യും. ബിക്കോസ് സ്നാപ്ചാറ്റിന്റെ ലെൻസസിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട്. രണ്ടാമത്തേതാണ് നിങ്ങളുടെ വീഡിയോസിൽ എപ്പോഴും സബ് ടൈറ്റിൽസ് പ്ലസ് ഇമോജീസിന്റെ യൂസ് ചെയ്യുക. ഇത് കാരണം നിങ്ങളുടെ വീഡിയോസിന് നല്ല എൻഗേജ്മെന്റ് ഉണ്ടാവും. ആൻഡ് മൂന്നാമത്തേതാണ് സ്നാപ്ചാറ്റിൽ നിങ്ങളുടെ വീഡിയോസിൽ ഒരു ലൂപ്പ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അത് നിങ്ങളുടെ വാച്ച് ടൈം ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീഡിയോയിലെ ഫസ്റ്റ് ക്ലിപ്പും ലാസ്റ്റ് ക്ലിപ്പും ഏകദേശം ലിങ്ക് ആവുന്ന പോലെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൂപ്പർ ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു വീഡിയോ തന്നെ പല പ്ലാറ്റ്ഫോംസിലും അപ്ലോഡ് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന പോലെ. നിങ്ങൾ ആ ഒരു വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ആൻഡ് ഓൾസോ സ്നാപ്പിലും അപ്ലോഡ് ചെയ്ത് 3 പ്ലാറ്റ്ഫോമിലും ഗ്രോ ചെയ്യാം. ചിന്തിച്ച് നോക്ക്, 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റിയെങ്കിലോ അടിപൊളിയല്ലേ? ബൈ ദ വേ ഗൈസ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി മറ്റു പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ആക്കാൻ പറ്റും ഈസി ആയിട്ട്. ആൻഡ് ആ വെബ്സൈറ്റ് ഫ്രീ ആണെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് സ്റ്റെപ്പാണ് ബോണസ്. സ്നാപ്ചാറ്റിൽ കോമൺ മിസ്റ്റേക്സ് 90% ആൾക്കാരും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സ്നാപ്ചാറ്റിൽ ഗ്രോ ചെയ്യാൻ ഇത്തരം മിസ്റ്റേക്സ് ഇപ്പൊ തന്നെ അവോയ്ഡ് ചെയ്യാം. ഒന്നാമത്താണ് കോപ്പി പേസ്റ്റ് ചെയ്തിടുന്ന വീഡിയോ വിത്തൗട്ട് ട്രാൻസ്ഫോർമേഷൻ അപ്ലോഡ് ചെയ്യുക. ആൻഡ് രണ്ടാമത്താണ് ബോറിംഗ് ടൈറ്റിൽസ് യൂസ് ചെയ്യുന്നത്. ഓൾവേസ് യൂസ് ഇമോഷണൽ ബേസ്ഡ് ടൈറ്റിൽസ്. ഇപ്പോ നിങ്ങളുടെ ടൈറ്റിൽസ് ഇമോഷണൽ, ഷോക്കിംഗ് ഓർ അൺബിലീവബിൾ ആയിട്ടുള്ള പവർഫുൾ വേർഡ്സ് ഇല്ലെങ്കിൽ ആ വീഡിയോന്റെ ക്ലിക്ക് ത്രൂ റേറ്റ് നല്ലോണം കുറവായിരിക്കും. ഓക്കെ, മൂന്നാമതാണ് വിത്തൗട്ട് വോയിസ് ഓവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. വോയിസ് ഓവർ ഇല്ലാത്ത വീഡിയോസ് ഒക്കെ 60% കുറവാണ് വൈറൽ ആവാനുള്ള ചാൻസ്. നാലാമത്തതാണ് നോ കൺസിസ്റ്റൻസി. യൂട്യൂബ് പോലെ തന്നെ സ്നാപ്ചാറ്റിലും കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോ 10 ദിവസമായിട്ട് എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് 5 ഡേയ്സ് നിങ്ങൾ മാഞ്ഞു പോയാൽ സ്നാപ്ചാറ്റ് നിങ്ങളുടെ അക്കൗണ്ടിനെ ഡെഡ് കാറ്റഗറിയിലാക്കും. മിനിമം 25 അപ്ലോഡ്സ് എങ്കിലും പെർ മന്ത് ചെയ്യണം. ആൻഡ് ഐഡിയലി നിങ്ങൾ 24 to 48 അവേഴ്സിനുള്ളിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, so let's build your Snapchat empire.
നോക്ക്, നിങ്ങളുടെ കയ്യിൽ ഫുൾ A to Z ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് A to Z ഇൻഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ ഇറ്റ്സ് യുവർ ടൈം. വെറുതെ വീഡിയോസ് നോക്കാൻ മാത്രമല്ല, ആക്ഷൻ വേണം. സോ ഇനിയും നിങ്ങൾ സ്നാപ്ചാറ്റിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഇതാണ് കറക്റ്റ് ടൈം. സോ ഇപ്പൊ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോ, സ്ക്രിപ്റ്റ് റെഡി ആക്കിക്കോ, നിങ്ങൾ ആദ്യത്തെ വീഡിയോ പബ്ലിഷ് ചെയ്തു. നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാസങ്ങൾക്ക് ശേഷം ആൾക്കാർ നിങ്ങളെയും ഒരു എക്സാമ്പിൾ ആയിട്ട് കാണും. ആൻഡ് നിങ്ങൾ സ്റ്റിൽ ടെലിഗ്രാം ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്തോ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യാം, കാരണം അത് മറ്റുള്ളവർക്കും യൂസ് ആവും. ആൻഡ് പേഴ്സണലി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഫ്രീ ടൈം ഞാൻ റിപ്ലൈ തരാം. ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ കാണാം, അതുവരെ ബൈ. ഗൈസ്, നിങ്ങളൊരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ ക്രിയേറ്റർ ആണെങ്കിൽ ഈ വീഡിയോ